ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പണം തന്നില്ലെങ്കിലേ വർഷയ്ക്ക് ഞാൻ ഒരു എയർ ടിക്കറ്റും കൊടുക്കും. അത് നീ പറഞ്ഞതുപോലെ മുംബൈയിലേക്കും ദുബായിലേക്കൊന്നും അല്ല, അങ്ങ് അങ്ങ് യമലോകത്തേക്ക്. നീ എന്നെ ഒറ്റ കൊടുത്തു, എന്നിട്ട് എന്റെ പണം എറിഞ്ഞ് കളിച്ച് നീ വലിയ കോടീശ്വരനായി. ഹോ, തീക്കട്ടയായിരുന്ന നീയേ കേറിയങ്ങ് പെരും തീയായില്ലേ. ആ, ഞാനിന്നും വെറും തീക്കട്ട അല്ലേ? പക്ഷേ ഒന്നോർത്താ, ചാമ്പൽ മൂടി കിടക്കുന്നേ ഉള്ളൂ, ഉണഞ്ഞിട്ടില്ല ഇപ്പോഴും. എന്താ ഇത്? നിനക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇത് മുംബൈയിലേക്കുള്ള ടിക്കറ്റാ. അവിടെ 2 ദിവസം നിൽക്കുമ്പോ നിനക്ക് ദുബായിലേക്ക് പറക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരും. നീ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള ജീവിത സൗകര്യത്തിൽ നിനക്കവിടെ കഴിയാം. മച്ചു, ഞാൻ നിന്നോട് ദുബായ് ടിക്കറ്റ് ചോദിച്ചില്ല. നിരഞ്ജൻ ആവശ്യപ്പെട്ടത് മതി. നിരഞ്ജന് പണം അതെനിക്ക് ഇപ്പൊ തരണം. ഇല്ല. ഇല്ലേ? എന്നാ ഓക്കെ. ആഹാ, കൊള്ളാലോ. ഞാൻ ഹാപ്പിയാണ്. നിരഞ്ജൻ എന്ന തീക്കട്ടയുടെ ശക്തി ആദ്യമായി നീ ഔദാര്യമായിട്ട് തന്ന വിമാന ടിക്കറ്റിന് തന്നെ ഇരിക്കട്ടെ. മച്ചു, എങ്ങനെ ചതിക്കാമെന്നതിന്റെ ബാലപാഠം നമ്മൾ ഇരുവരും ഒരുമിച്ചാ പഠിച്ചത്, ഒരേ സ്കൂളിൽ. ആ അറിവ് വെച്ച് നീ ആദ്യം എന്നെ തന്നെ ചതിച്ചു, പിന്നെ എത്രയോ പേരെ ചതിച്ചു. ഇരുമ്പഴിക്കുള്ളിലായി പോയപ്പോ എനിക്ക് ആരെയും ചതിക്കാനുള്ള ഒരു അവസരം കിട്ടിയില്ല. ഇപ്പോ കിട്ടിയിരിക്കുന്നു. ആദ്യമായിട്ട് ചതിക്കുന്നത് നിന്നെ ആവരുമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ നീ എന്നെ അതിന് നിർബന്ധിക്കുന്നു മച്ചു. അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയാം. ഞാൻ ഡിമാൻഡ് ചെയ്ത പണം മുഴുവൻ പണമായിട്ട് തന്നെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ നിരഞ്ജൻ, ഇല്ലെങ്കിൽ നിന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഭാര്യ വർഷ എന്ന് എനിക്കറിയാം. പണം തന്നില്ലെങ്കിലേ വർഷയ്ക്ക് ഞാൻ ഒരു എയർ ടിക്കറ്റും കൊടുക്കും. അത് നീ പറഞ്ഞതുപോലെ മുംബൈയിലേക്കും ദുബായിലേക്കൊന്നും അല്ല, അങ്ങ് അങ്ങ് യമലോകത്തേക്ക്. ഈ ബട്ടൺസ് ഒക്കെ ഒന്ന് നേരെ ഇടുക.
ഇവനെ ജീവനോടെ വച്ച അതെനിക്ക് ആപത്താ. സമയവും സന്ദർഭവും നോക്കി ഇവനെ തീർക്കണം. ശ്യാമേ, ശ്യാമേ, നീ എന്താ മോനെ ആലോചിച്ചു കൂട്ടുന്നത്? ഒന്നുമില്ല അച്ഛാ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നീ സ്നേഹിച്ച പെണ്ണ് സ്വന്തം അപ്പച്ചിയുടെ മോളാണെന്നൂടി അറിഞ്ഞപ്പോ നിനക്കുണ്ടായ മാനസിക വിഷമം. വർഷയുടെ ഓർമ്മകള് നിന്നെ ഇപ്പോഴും വിട്ടുപോയിട്ടില്ലെന്ന് അച്ഛനറിയാം. കുറ്റപ്പെടുത്താനോ ഭീഷണിപ്പെടുത്താനോ ഞാൻ ആളല്ല മോനെ. ഇനി അത് ചെയ്ത അതെന്റെ വിഡ്ഢിവേഷമാവുമെന്ന് എനിക്കറിയാം. അല്ല, നിന്റെ മൊബൈലിൽ വന്ന പെൺകുട്ടിയുടെ ഫോട്ടോ നീ കണ്ടോ? കണ്ടു. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഞാനും അച്ഛനും തമ്മില് നിന്റെ കാര്യത്തിലെ എന്നും തർക്കത്തിലും പിണക്കത്തിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞങ്ങൾ തമ്മില് ഒരു തർക്കവും പിണക്കവും ഒന്നും ഉണ്ടായിട്ടില്ല. ആ പെണ്ണ് നിനക്ക് കൊള്ളാമെന്ന ഒരേ ഒരു ശബ്ദമായിരുന്നു ഞങ്ങൾക്ക്. മോനെ, ഈ കുടുംബം അന്യം നിന്ന് പോകരുന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. ഒരു അനന്തരാവകാശി വേണം. അതിനു വേണ്ടിയാ മോനെ ഈ അച്ഛൻ നിന്റെ കാല് പിടിക്കുന്നത്. മോനെ, നിന്റെ അഭിപ്രായം അറിഞ്ഞിട്ട് വിളിക്കാമെന്ന ആ മാട്രിമോണികളിലെ പെൺകുട്ടി അവർക്ക് വാക്കു കൊടുത്തിരിക്കുന്നത്. ശ്യാമ, ഈ ബന്ധത്തിന് നിനക്ക് സമ്മതമാണ്. കൊട്ടാരം